ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും. ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും. പ്രാർത്ഥിക്കാം. യേശുവേ, സ്തോത്രം ചെയ്ത ദൈവമേ, സഹായിക്കണമേ യേശുവേ. കർത്താവായ യേശുവേ, സ്തോത്രം സ്തോത്രം. പ്രാർത്ഥിക്കുന്നു. സ്തോത്രം സ്തോത്രം. ആമേൻ ആമേൻ. ക്രിസ്തുയേശുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ഇന്ന് ഈ ഉപവാസ പ്രാർത്ഥനയിൽ നമുക്ക് നമ്മുടെ ഭാരങ്ങൾ, നമ്മുടെ പ്രയാസങ്ങൾ, നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വെച്ച് പ്രാർത്ഥിപ്പാൻ നമുക്ക് അവസരം തന്നിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ മറ്റൊന്നിലും ശ്രദ്ധിക്കാതെ, മറ്റൊന്നിലും എന്ന് പറഞ്ഞാൽ നമുക്ക് ശ്രദ്ധിക്കേണ്ടതായ അനവധി കാര്യങ്ങളുണ്ട്. ഒരു മനുഷ്യ ജീവിതം ആവശ്യങ്ങളാൽ നിറഞ്ഞതാണ്, കഷ്ടങ്ങളാൽ നിറഞ്ഞതാണ്, പ്രതിസന്ധികളാൽ നിറഞ്ഞതാണ്. ഇങ്ങനെയുള്ള ഒരു ജീവിതത്തിൽ ഒരു ദിവസം അവന് ഒന്നിലും ഏർപ്പെടാതെ നിൽക്കാൻ സാധിക്കുക എന്നുള്ളത് പ്രയാസമുള്ള കാര്യമാണ്. കാരണം ഉപജീവനത്തിനുള്ള മാർഗം വേണം, ഭവനം മുൻപോട്ട് കൊണ്ടുപോകാനുള്ള മാർഗം വേണം, അനവധി ആവശ്യങ്ങൾ തങ്ങൾക്കുള്ളത് നിവർത്തിക്കണം, ഭാവിയിലേക്കുള്ള കാര്യങ്ങൾ ചിന്തിക്കണം. ഇങ്ങനെ ഒരു മനുഷ്യ ജീവിതത്തിൽ എന്തെല്ലാം ആവശ്യങ്ങളുണ്ടെന്ന് എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധിക്കാത്ത നിലയിലുള്ള ആവശ്യങ്ങൾ മനുഷ്യർക്കുണ്ട്. അതിനിടയിൽ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം, അത് എത്രയുമാകട്ടെ, എല്ലാറ്റിൽ നിന്നും വേർപെട്ട് ഞാൻ കർത്താവിനോടുകൂടെ വസിക്കാൻ പോവുകയാണ്. ഈ ദിനങ്ങളിൽ എനിക്ക് മറ്റൊന്നിലും ശ്രദ്ധയില്ല. കർത്താവ് എന്ത് പറയുന്നുവോ അത് ഞാൻ ശ്രദ്ധിക്കണം. കർത്താവിനോട് ചേർന്നിരിക്കണം, കർത്താവിനെ ധ്യാനിക്കണം, കർത്താവിൻ്റെ വചനം കേൾക്കണം, കർത്താവിൻ്റെ വചനം ആധാരമാക്കി പ്രാർത്ഥിക്കണം. ഇങ്ങനെ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ കർത്താവിനോടുള്ള വാസമാക്കി ഉപവാസത്തെയും പ്രാർത്ഥനയെയും വിശുദ്ധീകരിക്കുമ്പോൾ അത് ദൈവത്തിന് പ്രസാദമാണ്. എന്തുകൊണ്ടാണ് ദൈവം ഒരു ഉപവാസ പ്രാർത്ഥനയിൽ പ്രസാദിക്കുന്നത്? അത് നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞിരുന്നാൽ നിശ്ചയമായിട്ടും ഉപവാസത്തെ നാം മാനിക്കും, സ്നേഹിക്കും. കഴിയുമെങ്കിൽ എൻ്റെ ജീവിതം അസ്തമിക്കുന്നതിന് മുമ്പ് എന്നാൽ കഴിയുവോളം കർത്താവിൻ്റെ നാമത്തിൽ ഉപവാസം പ്രാർത്ഥനയുമായി സമയം ചെലവഴിക്കും എന്നുള്ളൊരു തീരുമാനം നമ്മുടെ ഉള്ളിൽ നിന്ന് വരും. ഇവിടെ നമ്മൾ പ്രാരംഭമായിട്ട് മനസ്സിലാക്കേണ്ടത്, മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് ഒരു ഒഴുക്കാണ്. ഈ ലോകത്തിലെ മനുഷ്യൻ ജീവിക്കുന്നത് ഒഴുകുകയാണ്. എങ്ങോട്ടൊഴുകുന്നു? 90-ാം സങ്കീർത്തനം പറയുന്നത്, നീ അവരെ ഒഴുക്കിക്കളയും. ഇതൊരു ഒഴുക്കാണ്. ഇത് എവിടെ ചെന്ന് അവസാനിക്കും? ഈ ജീവിതം മുഴുവനും അവസാനിക്കുന്നത് പാതാളത്തിലാണ്. അതായത് നാശത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകമാണ് ഈ ലോകം എന്നർത്ഥം.
എന്തുകൊണ്ടാണ് ഈ ലോകം അങ്ങനെ ഒഴുകാനുണ്ടായ കാരണം? മനുഷ്യൻ എന്ന് പറയുന്നത് വിൽക്കപ്പെട്ടു പോയവനാണ്. എന്നാൽ മുഴു ലോകവും ദുഷ്ടന്റെ അധീനതയിൽ ഇന്ന് കിടക്കുന്നു. ദുഷ്ടനാണ്, അതായത് ദൈവത്തിന്റെ എതിരാളിയായ ദുഷ്ടനാണ്, പിശാചാണ് ഈ ലോകത്തെ ഭരിക്കുന്നത്. അതുകൊണ്ട് അവന്റെ വാസസ്ഥലം എന്ന് പറയുന്നത് പാതാളമാണ്. അതുകൊണ്ട് സകല മനുഷ്യരും അവന്റെ നിയന്ത്രണത്തിലുള്ളവരെല്ലാവരും, അവന്റെ കൈക്കീഴുള്ളവരെല്ലാവരും അവന്റെ അടുക്കൽ ചെന്ന് ചേരണം. അതിന് തക്കവണ്ണമായിരിക്കണം ജീവിതം. അവൻ വസിക്കുന്ന പാതാളത്തിൽ ഒരാൾ ചെല്ലണമെങ്കിൽ അതിനെന്ത് ചെയ്യണം? ഹിമജലം വരൾച്ചയ്ക്കും പാപം ചെയ്തവൻ പാതാളത്തിനും ഇരയാകുന്നു. പാതാളത്തിൽ ഒരാൾ ചെല്ലണമെങ്കിൽ അവൻ പാപം ചെയ്യണം. അപ്പൊ അതുകൊണ്ട് ലോകത്തെ ഭരിക്കുന്ന ശത്രു സകല മനുഷ്യരിലും ഈ സ്വഭാവം ഉണ്ടായിരിക്കാൻ ശ്രമിക്കുന്നു. ഏത് സ്വഭാവം? പാപ സ്വഭാവം. അതൊരു മനുഷ്യൻ ജനിക്കുമ്പോഴേ തന്നെ പാപിയായിട്ടാണ് ജനിക്കുന്നത്. കാരണം അവന്റെ ജീവിതം പരിശോധിച്ചാൽ അറിയാം, അവൻ പാപം ചെയ്യാൻ അവനെ ആരും പഠിപ്പിക്കണ്ട. പക്ഷെ നന്മ ചെയ്യാനോ നീതി ചെയ്യാനും പഠിക്കണം. അവൻ അറിവില്ല. കർത്താവ് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന പ്രകാരമാണ്, കൂശ്യന് തന്റെ ത്വക്കും പുള്ളിപ്പുലിക്ക് തന്റെ പുള്ളിയും മാറ്റാൻ കഴിയുമോ? കൂശ്യന്റെ ത്വക്കെന്ന് പറഞ്ഞാൽ എത്യോപ്യക്കാരനാണ്. കൂശ് എന്ന എത്യോപ്യക്കാരനാണ്. കറുത്ത വംശമാണ്, നമ്മുടെയൊക്കെ കൂട്ടമാണ്. അവന്റെ ത്വക്കിന് തൊലി മാറ്റാൻ പറ്റുമോ? സാധ്യമല്ല. പുള്ളിപ്പുലിക്ക് തന്റെ പുള്ളി മാറ്റാൻ പറ്റുമോ? ഒരു പുള്ളിപ്പുലിയെ പിടിച്ചതിന് ശേഷം അവന്റെ ആ മൃഗത്തിന്റെ രോമം മുഴുവനും അങ്ങോട്ട് ഷേവ് ചെയ്ത് കളഞ്ഞെന്നിരിക്കട്ടെ, പുള്ളി മാറും. പക്ഷെ തിരിച്ച് വീണ്ടും അതിന്റെ ശരീരത്തിലെ രോമം വളർന്നു വരുമ്പോൾ ആ പുള്ളിയും മറുവല്ല അതേ സ്ഥാനത്തുണ്ടാവും. അപ്പൊ അത് മാറ്റാൻ സാധിക്കില്ലെന്നാണ് കർത്താവിന്റെ വചനം നമ്മൾ യെരമ്യാ പ്രവചനത്തിൽ വായിക്കുന്നത്. ഇതുപോലെയാണ് പാപം ചെയ്യാൻ ശീലിച്ചിരിക്കുന്ന മനുഷ്യൻ. കൂശ്യന് തന്റെ ത്വക്കും പുള്ളിപ്പുലിക്ക് പുള്ളിയും ഉള്ളതുപോലെ തന്നെയാണ് ലോകത്തിൽ ജനിക്കുന്ന എല്ലാ മനുഷ്യരും പാപം ചെയ്യാനായിട്ട് അവരെ ആരും പഠിപ്പിക്കേണ്ട. അവരുടെ സ്വഭാവം തന്നെ പാപമാണ്. ആ പാപം ആരംഭിക്കുന്നത് ഹൃദയ നിരൂപണത്തിൽ നിന്നാണ്. ഹൃദയ നിരൂപണം, മനുഷ്യന്റെ ഹൃദയ നിരൂപണങ്ങൾ ബാല്യം മുതൽ ദോഷമുള്ളവയാണ്. നിരൂപണത്തിൽ തുടങ്ങുന്ന പാപം വാക്കിലെത്തും. വാക്കിൽ കഴിഞ്ഞാൽ പ്രവൃത്തിയിൽ എത്തും. അങ്ങനെ ഈ ലോകത്തിൽ അവന് കാലാവസാനമാകുമ്പോഴേക്കും, അവന്റെ ആയുഷ്കാലം തികയാറാകുമ്പോഴേക്കും അവൻ നേരെ പാതാളത്തിലേക്ക് അവനെ കൊണ്ടുപോകാൻ തക്കവണ്ണം ശത്രു അവനെ ഒരുക്കുന്ന പ്രവർത്തനമാണ് ഈ ലോകത്തിലെ ജീവിതം, സ്വാഭാവിക ജീവിതം. അപ്പൊ പ്രത്യേകിച്ച് അവൻ എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിക്കണ്ട, അവൻ നേരെ പാതാളത്തിലേക്കാണ്, ഒഴുകുകയാണ്. എന്നാൽ ദൈവത്തിന്റെ ജനത്തെക്കുറിച്ച് പറഞ്ഞേക്കുന്നത് അങ്ങനെയല്ല. ആത്മാവിനാൽ അവൻ ജനിച്ചവനാകുന്നുവെങ്കിൽ, സുവിശേഷത്തിൽ പറയുന്നത് പ്രകാരമാണ്, ഒരുവൻ ആത്മാവിനാൽ ജനിച്ചുവെങ്കിൽ, പരിശുദ്ധാത്മാവിനാൽ അവൻ ജനിച്ചുവെങ്കിൽ, കാറ്റ് എവിടെ നിന്ന് വരുന്നു എങ്ങോട്ട് പോകുന്നു എന്ന് അറിയാത്തതുപോലെ അവന്റെ ജീവിതം എവിടെ നിന്ന് വരുന്നു എങ്ങോട്ട് പോകുന്നു അറിയാൻ പാടില്ല. ഈ പരിശുദ്ധാത്മാവ് എന്ന കാറ്റ് അവനെ പറപ്പിച്ചുകൊണ്ട് പോകും. പരിശുദ്ധാത്മാവ് എവിടെ നിന്ന് പുറപ്പെട്ടു വരുന്നു? സ്വർഗത്തിൽ നയിച്ച പരിശുദ്ധാത്മാവിനാൽ സുവിശേഷം അറിയിച്ച കർത്താവിന്റെ ദാസന്മാരെന്ന് വചനത്തിൽ നമ്മെ പഠിപ്പിക്കുന്ന പോലെ, സ്വർഗത്തിൽ നിന്ന് വന്ന പരിശുദ്ധാത്മാവ് കാറ്റ് ഇലയെ പറപ്പിക്കുന്ന പോലെ തന്റെ ജനത്തെ, ആത്മാവിൽ ജനിച്ച ജനത്തെ പറപ്പിച്ചുകൊണ്ട് പോകും. അങ്ങനെ എൻ്റെ ആയുഷ്കാലം തികയും, ഞാൻ വേഗം പറന്നു പോവുകയും ചെയ്യുന്നു എന്ന് വചനത്തിലുള്ളതുപോലെ ഈ ആത്മാവ് അവരെ പറപ്പിച്ചു കൊണ്ടുപോകുന്നു. അവരൊടുവിൽ സ്വർഗത്തിൽ ചെന്നെത്തുന്നു.
അത് ഒഴുകിപ്പോകുന്നവരും പറന്നു പോകുന്നവരും രണ്ടു കൂട്ടരാണ്. അപ്പൊ ഇവിടെ നിന്ന് നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് എല്ലാ മനുഷ്യരും ഒഴുകുകയാണ്. ഒഴുകാത്ത മനുഷ്യരേതെന്ന് വെച്ചാൽ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഒറ്റ കാര്യം, പറക്കുന്നവർ, പറന്നു പോകുന്നവർ. ഈ എങ്ങനെ പറന്നു പോകുന്നവർ? ആത്മാവിനാൽ പറന്നു പോകുന്നവർ. അങ്ങനെ പറന്നു പോകണമെങ്കിൽ എന്ത് വേണം? ആത്മാവിനാൽ വീണ്ടും ജനിക്കണം. ആത്മാവിനാൽ വീണ്ടും ജനിച്ചാൽ ഒരു കാറ്റത്ത് ഇലകളും പൊടികളും എല്ലാം പറന്നു പോകുന്നത് പോലെ അവൻ കർത്താവിന്റെ അടുക്കിലേക്ക് പറന്നു പോകും. അത് മനുഷ്യവംശത്തിന്റെ അനുഭവമാണ്. വീണ്ടും ജനിച്ചവരുടെ അനുഭവമാണ്. ഇതാണ് ഇന്ന് ലോകത്തിൽ നമ്മൾ മനുഷ്യവംശത്തിനിടയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നമുക്ക് കർത്താവ് വാഗ്ദാനം തന്നിട്ടുള്ളത് ഇങ്ങനെ മുമ്പോട്ട് പോകുന്നവര് എങ്ങനെ? കർത്താവ് നമ്മെ ഒഴുകിക്കൊണ്ടിരുന്ന നമ്മളാണ്. പാതാളത്തിലേക്ക് പോയിക്കൊണ്ടിരുന്നവരാണ്. നീ എന്നെ അധമ പാതാളത്തിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു കർത്താവിന്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് പോലെ അധമ പാതാളത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരുന്നവരാണ് നാം. ദൈവമാകട്ടെ നമ്മെ വിളിച്ച് ആത്മാവിനാൽ ജനിപ്പിച്ചതിന് ശേഷം ഇന്ന് പറത്തിക്കൊണ്ടു പോവുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വീണ്ടും നമ്മൾ പണ്ടുണ്ടായിരുന്ന ഒഴുക്കിൽ പെട്ടു പോകാൻ സാധ്യതയുണ്ട്. എങ്ങനെ? അതുകൊണ്ടാണ് എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൽ വായിക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾ വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടതധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമായിരിക്കുന്നു. അപ്പോ നമ്മൾ പണ്ട് പോയിക്കൊണ്ടിരുന്നവരാണ്, പാതാളത്തിലേക്ക് പോയിക്കൊണ്ടിരുന്നവരാണ്. ആ പോയിക്കൊണ്ടിരുന്ന അവസരത്തിൽ നമ്മുടെ ഒഴുക്ക് നിർത്തിയത് ഒരു വചനമാണ്, കേൾവിയാണ്, ഒരു സദ്വർത്തമാനം. അവരെ പോലെ നാം ഒരു സദ്വർത്തമാനം കേട്ടവരാകുന്നു. ഒരു സദ്വർത്തമാനം കേട്ടപ്പോഴാണ് നാം ഒഴുക്ക് നിന്നത്. അനേകം പേർ കേട്ടുവെങ്കിലും കൃപയാൽ നമുക്ക് വിശ്വസിപ്പാൻ ദൈവം തോന്നിച്ചു. അങ്ങനെ കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായികയാൽ കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. അനേകർക്ക് കേട്ട വചനം ഉപകാരമായി വരാത്ത കാരണം അവർ ഒഴുകി തന്നെ പോയി. കേട്ടതാ, ഒഴുകിപ്പോയി. എന്നാൽ കൃപയാൽ, ദൈവത്തിന്റെ ദയയാൽ അത് വിശ്വാസമായി പരിണമിച്ചതുകൊണ്ട് വിശ്വസിച്ചപ്പോൾ കേട്ട വചനം വിശ്വസിച്ചതോടുകൂടി ഒഴുക്ക് നിന്നു. ഒഴുക്ക് നിന്നതിന് ശേഷം ഇന്ന് നമ്മൾ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട് പറന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങോട്ട്? സദൃശവാക്യങ്ങൾ പുസ്തകത്തിൽ പഠിക്കുന്നത് നീതിമാന്റെ ജീവയാത്ര മേലോട്ടാവും. സ്വർഗീയ അനുഭവത്തിലേക്ക്, സ്വർഗീയ അവസ്ഥയിലേക്ക് നമ്മൾ പറന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്, കർത്താവിന്റെ അടുക്കിലേക്ക്. പക്ഷെ ഒറ്റ കാര്യം മാത്രം, ഈ പറക്കുന്ന പറക്കൽ നിന്നു പോകാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ട്? കേട്ടത് മറന്നാൽ. അതുകൊണ്ടാണ് ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്, ആദ്യം മുതൽ നിങ്ങൾ കേട്ടത് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ പിതാവിലും പുത്രനിലും വസിക്കും. ആദ്യം മുതൽ നിങ്ങൾ കേട്ടത് നിങ്ങളുണ്ടെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ പറന്നുപോയിക്കൊണ്ടിരിക്കും. ഒരിക്കലും മറന്നു പോകാൻ പാടില്ല. ഒരിക്കലും മറന്നു പോകാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. ദൈവം നമ്മെ കേൾപ്പിച്ചത് ഒരിക്കലും മറന്നു പോകരുത്. കേട്ടത് മറന്നു പോകരുത്. വിശ്വാസമായി പരിണമിച്ചത് മറന്നു പോകരുത്. രണ്ടാമത്തത്, വിടുവിച്ച ദിവസം മറന്നു പോകരുത്. വിടുവിച്ച ഒരു ദിവസമുണ്ട്, അതൊരു ഭയങ്കര ദിവസമാണ്. ആ ദിവസം മറന്നു പോകരുത്. യെരുശലേമിനെ മറന്നു പോകരുത്. കാരണം ഒരു മനുഷ്യനും ഒരു വലിയ നന്മ ലഭിക്കാതെ ഒരു കയ്യിലിരിക്കുന്ന വിട്ടുകളയില്ല.
ഒരു കൊച്ചിന്റെ കയ്യിൽ ഒരു നാരങ്ങ മിഠായി ഇരിക്കുക. അത് തരാൻ പറഞ്ഞാൽ തരില്ല. എന്നാൽ അതിനേക്കാൾ വില കൂടിയ നല്ല തിളങ്ങുന്ന കവറൊക്കെ ഉള്ള ഒരു മിഠായി അവനെ കാണിച്ചിട്ട് അത് ഇത് തരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ തരും. ഇതുപോലെയാണ് മനുഷ്യൻ പ്രത്യാശ വെച്ചിരിക്കുന്ന ഈ ലോകത്തെ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യനെ സുവിശേഷം കേട്ട് വിട്ടുകളയണമെന്ന് വിചാരിച്ച് അങ്ങ് പോട്ടെ. ഈ ലോകം വഞ്ചനയാണ്, മായയാണ്, ഇതിൽ വിശ്വസിക്കരുത്, അത് വിട്ടുകളയാന്ന് പറഞ്ഞാൽ അങ്ങനെ വിട്ടുകളയൊന്നുമില്ല മനുഷ്യൻ. വിട്ടുകളയണമെങ്കിൽ അതിനപ്പുറമുള്ളത് അവനെ കാണിക്കണം. അങ്ങ് കാണിക്കാൻ കർത്താവ് പറഞ്ഞിരിക്കുന്നതാണ്. സുവിശേഷത്തിൽ കൂടി കർത്താവ് കാണിക്കാൻ പറഞ്ഞിട്ടുള്ളതാണ്. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ള പട്ടണം യെരൂശലേം. ഏത് യെരൂശലേം? ഇന്ന് കിടന്ന് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പാലസ്തീനിലുള്ള യെരൂശലേം അല്ല. പിന്നെയോ സ്വർഗീയ യെരൂശലേം, ദൈവത്തിന്റെ നഗരം, ദൈവത്തിന്റെ പട്ടണം. ഒരിക്കലും മറന്നു പോകാൻ പാടില്ല. മാത്രമല്ല, തന്റെ സകല സന്തോഷത്തെക്കാൾ ഉപരിയായിരിക്കണം അത്. അത് നമ്മുടെ പ്രത്യാശയാണ്. മറന്നു പോകാൻ പാടില്ല. മറന്നു പോകാൻ പാടില്ലാത്ത ഏതൊക്കെയാ? ഏറ്റവും മുഖ്യമായ കാര്യം, 1 കേട്ടത് മറന്നു പോകരുത്. 2 വിടുവിച്ച ദിവസം മറന്നു പോകരുത്. 3 നിങ്ങളെ പ്രത്യാശിക്കുമാറാക്കിയ ആ യെരൂശലേം മറന്നു പോകരുത്. ഇത് മുറുകെ പിടി. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, പിൻപിലുള്ളതിനെ ഞാൻ മറന്ന് പരമവിളിയുടെ ലാക്കിലേക്ക് നോക്കിക്കൊണ്ട് ഓടുക. ഇത് തമ്മില് ഒത്തു നോക്കുക. ഇത് തമ്മിൽ ഒത്തു നോക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയാ, എനിക്ക് ലഭിക്കാനുള്ള പട്ടണവും ഞാൻ നോക്കി, വിട്ടുപോകുന്നതും ഞാൻ നോക്കി, ലോകം നോക്കി. ഈ കഴിഞ്ഞ കാര്യങ്ങൾ ഓർക്കുമ്പോൾ എനിക്ക് ലജ്ജ തോന്നുന്നു. ഞാൻ ഇതിനു വേണ്ടിയിട്ടാണല്ലോ അധ്വാനിച്ചിരുന്നതെന്ന് ലജ്ജ തോന്നുന്നു. കാരണം ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ ഒരു പട്ടണം, അത്ര ശ്രേഷ്ഠമായിട്ടുള്ള, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ള ആ പട്ടണം, അതാണ് ലക്ഷ്യം വെച്ച് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഈ ലക്ഷ്യമില്ലാത്തവനാണ് തിരിഞ്ഞു പോകുന്നത്. എങ്ങനെ? വിട്ടുപോകുന്നതിനെ ഓർക്കുന്നത്. വിട്ടുപോകുന്നതിനെ ഓർക്കുമ്പോൾ, ലോകത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ലജ്ജ തോന്നണമെങ്കിൽ ലഭിക്കാനിരിക്കുന്നത് കാണണം. ആ യെരൂശലേം പട്ടണം വിശ്വാസത്താൽ കാണണം. അത് മറന്നാൽ അപ്പോൾ തന്നെ വിട്ടുപോകുന്നത് ഓർക്കും. അപ്പോൾ തന്നെ വിട്ടുപോകുന്നത് ഓർക്കും. വിടുവിച്ച ദിവസം വന്നാൽ, മറന്നാൽ, അപ്പോൾ ഈ ലോകത്തിൽ അനുഭവിച്ചിരുന്ന നന്മകളെ ഓർക്കും. കേട്ടത് മറന്നാൽ ലോകത്തെ മുൻപുണ്ടായിരുന്ന തൻ്റെ ജീവിതത്തിൽ തനിക്ക് ഏറ്റവും വലുതായിട്ട് എന്തുണ്ടായിരുന്നോ അതിനെ ഓർക്കും. അതുകൊണ്ട് കർത്താവിന്റെ വചനം പറയുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾക്ക് മറന്നു പോകാൻ പാടില്ല. കേട്ടത് മറന്നു പോകരുത്. നിങ്ങൾ ഒഴുകിപ്പോയിക്കൊണ്ടിരുന്നവരാണ് പാതാളത്തിലേക്ക്. ആ ഒഴുക്കിൽ നിന്ന് നിങ്ങളെ പിടിച്ച് കയറ്റിയത് നിങ്ങൾ കേട്ട സദ്വർത്തമാനമാണ്. ആ സദ്വർത്തമാനം നിങ്ങൾ വിശ്വസിച്ച് അനുസരിച്ചപ്പോൾ നിങ്ങളെ ഈ ലോകത്തിൽ നിന്ന് കർത്താവ് വിടുവിച്ചതാണ്. ആ ദിവസം മറന്നു പോകരുത്. കേട്ടത് മറന്നു പോകരുത്, വിടുവിച്ച ദിവസം മറന്നു പോകരുത്. മൂന്നാമത്തത്, നിങ്ങളെ പ്രത്യാശിക്കുമാറാക്കിയ ദൈവം, വീണ്ടും ജനിപ്പിച്ച ദൈവം മക്കളായി തീർന്നപ്പോൾ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാക്കി തീരാൻ അവസരം കൊടുത്തു, അധികാരം കൊടുത്തു എന്ന് വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് പോലെ, ദൈവമക്കളായി തീർന്നപ്പോൾ മക്കളെങ്കിലും അവകാശികളുമാകുന്നു. നിന്റെ അവകാശം എന്നതാണെന്ന് കർത്താവ് കാണിച്ചു തന്നു. നോക്കിയപ്പോൾ ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതായ പട്ടണം ദൈവം കാണിച്ചു കൊടുത്തു. ഈ 3 കാര്യങ്ങളുടെ ഓർമ്മ ആർക്കെങ്കിലും വിട്ടുപോകുന്നുവെങ്കിൽ ആ സമയത്ത് അവൻ ഒഴുകി വീണ്ടും പഴയ ഒഴുക്കിൽപ്പെട്ടു. ഒരിക്കലും പാടില്ല. ഒരിക്കലും അത് മറക്കാൻ പാടില്ല. ആദ്യ വിശ്വാസം, ആദ്യം കേട്ടതിലുള്ള വിശ്വാസം, വിടുവിച്ച ദിവസം,
നമുക്ക് പ്രത്യാശ ഉളവാക്കുന്ന ആ പുതിയ യെരൂശലേം ഇത് മറന്നാൽ അവൻ ഒഴുകിപ്പോകും. എന്നാൽ കർത്താവിന്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് യെരൂശലേമിനെ മുഖ്യ സന്തോഷത്തെക്കാൾ വിലമതിക്കാതെ പോയാൽ ഇതിൽ നിന്ന് മനുഷ്യനെ തിരിക്കാൻ വേണ്ടി ശത്രു ചില പ്രവൃത്തികൾ ചെയ്യും. ഇതിൽ നിന്ന് മനുഷ്യൻ വ്യതിചലിപ്പിക്കാൻ വേണ്ടി പല പ്രവൃത്തികൾ ചെയ്യും. അതിൽ ഒന്നാണ് മോഹം കൊണ്ടുവരിക. ഊരിയാവിനെ കൊന്നിട്ട് അവന്റെ ഭാര്യയെ എടുത്തവനാണ് ദാവീദ്. നാളുകൾക്ക് ശേഷം യഥാസ്ഥാനപ്പെട്ടപ്പോ ദാവീദ് നിലവിളിക്കുകയാണ്, കർത്താവേ, ആ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണം. അപ്പൊ ഇപ്പോ രക്ഷയുടെ സന്തോഷം ഇല്ല. രക്ഷയുടെ സന്തോഷം ഇന്ന് ദാവീദിനില്ല. 51 സങ്കീർത്തനം പറയുകയാണ്. എവിടെ പോയി? എവിടെ പോയി? ഇന്ന് വേറൊരു സന്തോഷമുണ്ട്. ഏതെന്നറിയാമോ? രക്ഷയുടെ സന്തോഷത്തിന് പകരം ഒരു സന്തോഷം ലോകം കൊടുത്തു. അതാണ് തന്റെ മുമ്പിലിരിക്കുന്ന ബത്ശേബ, ഊരിയാവിന്റെ ഭാര്യയും തന്റെ കുടുംബവും. എന്ത് മേടിച്ചതാണെന്നറിയാവോ? എങ്ങനെ മേടിച്ചതെന്നറിയാവോ? രക്ഷയുടെ സന്തോഷം കൊടുത്തിട്ട് മേടിച്ചതാ. രക്ഷയുടെ സന്തോഷം കൊടുത്ത് മേടിച്ചതാ. ഇന്നതില്ല. പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. ഇവിടെ നമ്മൾ പഠിക്കുന്നത് പുതിയ യെരൂശലേം എന്ന് പറയുന്നത് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ള നഗരമാണ്. അവിടെ തന്നെയാണ് സിയോൻ. 50 സങ്കീർത്തനം പറയുന്നത് സൗന്ദര്യത്തിന്റെ പൂർണ്ണതയായ സിയോനും ദൈവം പ്രകാശിക്കുന്നു. ഇത് സൗന്ദര്യത്തിന്റെ പൂർണ്ണതയാ. ഏത്? ഈ യെരൂശലേമും സിയോനും. അപ്പൊ ഇത്രയും സൗന്ദര്യമുള്ളതും ഇത്രയും സന്തോഷമുള്ളതായ ഒരു കാര്യം ഒരു സ്ത്രീക്ക് വേണ്ടി വിട്ടുകളഞ്ഞോ? ബത്ശേബയ്ക്ക് വേണ്ടിയിട്ട് ഒരു വശത്ത് ബത്ശേബ നിൽക്കുന്നു, ഊരിയാവിന്റെ ഭാര്യ. ഒരു വശത്ത് പുതിയ യെരൂശലേം നിൽക്കുന്നു. ഏതാ ഭംഗി? ഏതാ ഭംഗി? ഏതാ ഭംഗി? അത് ഭംഗി എന്താണെന്ന് പഠിക്കണം. അതായത് മോഹിച്ചവന് യെരൂശലേമിനേക്കാൾ ഭംഗി, സൗന്ദര്യം ബത്ശേബയ്ക്കാ. നിഷ്കളങ്കനെ ദൈവത്തിന്റെ വചനത്തിൽ പിൻപിലുള്ളതിനെ മറന്ന് പരമവഴിയുടെ ലാക്കിലേക്ക് നോക്കുന്നവന് ബത്ശേബ ഒന്നുമില്ല. പുതിയ യെരൂശലേമാണ് സൗന്ദര്യം. കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മനുഷ്യരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവൻ അതിലേക്ക് തിരിയുന്നതിന് മുമ്പ് വീഴ്ച വന്നത് എവിടെയെന്ന് ചിന്തിക്കണം. തലേ ദിവസം വരെ ആ വൃക്ഷത്തിലേക്ക് നോക്കുമ്പോൾ ഹവ്വായ്ക്ക് ഒന്നും തോന്നിയില്ല. ആ വൃക്ഷഫലം തിന്നാൻ പാടില്ലാത്തതാ, കർത്താവ് പറഞ്ഞിട്ട് തിന്നരുതെന്ന്. തിന്നു കഴിഞ്ഞാൽ മരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. തിന്നുകാൽ മരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓർക്കണം, ഒരു ഒരു പഴമുണ്ട്, ഒരു പഴം. ആ വൃക്ഷത്തിന്റെ പേര് ഞാൻ മറന്നുപോയി. ആ വൃക്ഷത്തിന്റെ ഫലം എന്ന് പറഞ്ഞത് ഏറ്റവും വിഷമുള്ളതാ. കാണാനാണെങ്കിൽ നല്ല ഭംഗി, കാണാനാണെങ്കിൽ നല്ല ഭംഗി, പക്ഷെ അതിന്റെ ഫലം വിഷമാ. ഈ വൃക്ഷഫലത്തിലേക്ക് നോക്കി നല്ല ഫലം അനേകർ പറയുന്നു, അനേകർ പറയുന്നത് നല്ല ഫലം. ഇതിനെക്കുറിച്ച് അറിയാവുന്നവൻ നോക്കിയിട്ട് നോക്കുന്നു, ഭയത്തോടെയാ നോക്കുന്നത്. ആരെങ്കിലും വഞ്ചിക്കപ്പെട്ട് ഇത് പറിച്ച് തിന്നുവോ? ആരെങ്കിലും വഞ്ചിക്കപ്പെട്ട് ഇത് പറിച്ച് ഫലമായിട്ട് കഴിക്കുവോ, മരിക്കുവോ എന്നുള്ള ഭയത്തോടെയാ നോക്കുന്നത്. ഇതാണ് സൗന്ദര്യത്തിന്റെ അടിസ്ഥാനം. സ്വന്തം ഹൃദയം എങ്ങനെ ഇരിക്കുന്നുവോ അതനുസരിച്ചിട്ടാണ് സൗന്ദര്യം കാണുന്നത്. ഹവ്വ നോക്കുമ്പോ അത് തൊടാൻ പാടില്ലാത്തതാ, തിന്നാൻ പാടില്ലാത്തതാ, തിന്നുന്ന ആൾ മരിക്കുന്നതാ. ആ വൃക്ഷഫലം എങ്ങനെ നോക്കും? നമ്മൾ വഴിയിൽ പോകുമ്പോൾ സാധാരണ നമ്മൾ കാണുന്നത് കാഞ്ഞിര മരമുണ്ട്. ഈ കാഞ്ഞിര മരത്തിൽ
പഴുത്ത് നല്ല തുടുത്ത് കിടക്കുന്ന ഒരു ഫലമുണ്ട്. നല്ല കണ്ടു കഴിഞ്ഞാൽ ആരും ഒന്ന് നോക്കും. അതുപോലെ ഇങ്ങനെ കൊലച്ച് നിൽക്കുന്ന ഒരു കാഴ്ചയുണ്ട്. സാധാരണ നമ്മൾ എങ്ങനെ കാണും? അപ്പോൾ തന്നെ നമ്മുടെ വായിലൊരു കയ്പ്പ്. കയ്പിന്റെ നീര്, കയ്പിന്റെ കയ്പ് അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ വായിൽ വരുന്ന ഒരു ഉമിനീര് അപ്പം തന്നെ നമ്മുടെ വായിൽ ഉണ്ടാകും. വെറുപ്പാണ്. വെറുപ്പാണ്. ആ വൃക്ഷം അത് വേരോടെ ഇല്ലാതായി പോകേണ്ടതാ. അതിനെ സ്നേഹിക്കുന്നില്ല. ഈ കാഴ്ചയായിരുന്നു ഹവ്വയ്ക്ക് ആ വൃക്ഷത്തിലേക്ക് നോക്കുമ്പോൾ. ആ വൃക്ഷത്തിലേക്ക് നോക്കുമ്പോഴുള്ള കാഴ്ച അതാ. എന്നാൽ ഒരു ഉപദേശം കേട്ടു. ശത്രുവിന്റെ ഉപദേശം കേട്ടു. ശത്രു പറഞ്ഞു, നിങ്ങൾ മരിക്കുകയില്ല. ആദ്യം അത് മനസ്സിലാക്ക്. തിന്നുന്ന നാൾ മരിക്കുന്നല്ലേ പറഞ്ഞേ? മരിക്കില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, തിന്നുന്ന നാളിൽ നിങ്ങൾ ദൈവത്തെ പോലെയാവും. ഇത് ദൈവത്തിനറിയാം. അത്രയും പറഞ്ഞ ആള് വിട്ട് ഈ കാര്യം കേട്ട് അത് ഹൃദയത്തിൽ വിശ്വാസമായതിനു ശേഷം നോക്കി. അതിനു മുമ്പ് നോക്കിയ ഹവ്വ വീണ്ടും നോക്കി. ശരിക്കും ശ്രദ്ധിച്ചില്ലായിരുന്നല്ലോ. ആ വൃക്ഷഫലം കാണാൻ നല്ല ഭംഗിയുള്ളതാണല്ലോ. തിന്മാൻ നല്ലതാണല്ലോ. ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യമാണ്. ഇത് തിന്നു കഴിഞ്ഞാൽ ജ്ഞാനം ഉണ്ടാവും. ഇത് കണ്ടു. ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവുമെന്ന് സ്ത്രീ കണ്ടു. കാഴ്ചപ്പാട് മാറിയത് കണ്ടോ? കാഴ്ചപ്പാട് മാറിയതിന്റെ ഉദ്ദേശം മനസ്സിലായോ? അതിന്റെ അടിസ്ഥാനം മനസ്സിലായില്ലേ? ആ അടിസ്ഥാനത്തിലാണ് അവിടെ സൗന്ദര്യത്തിന്റെ കാര്യം നിൽക്കുന്നത് അവിടെയാണ്. അത് നമ്മൾ ചിന്തിക്കുന്നത് പുതിയ യെരൂശലേം നിൽക്കുന്നു. അതിനപ്പുറം ഒരു സൗന്ദര്യം സകല ഭൂമിയുടെയും ആനന്ദമാണെന്ന. സിയോൻ, സ്വർഗീയ സിയോൻ യെരൂശലേമും എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? സൗന്ദര്യത്തിന്റെ പൂർണ്ണതയാണ്, സർവ്വഭൂമിയുടെയും ആനന്ദവുമാണ്. അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ സൗന്ദര്യ പൂർത്തീകരണം അവിടെ കാണും. ആനന്ദവും വരും. എന്നാൽ മനുഷ്യൻ, വഞ്ചിക്കപ്പെട്ട മനുഷ്യൻ നോക്കുമ്പോ മുമ്പ് പറഞ്ഞ പോലെ ഹവ്വ അന്യ ഉപദേശം കേട്ട് ആ ഉപദേശത്തെ വിശ്വസിച്ച് നോക്കുമ്പോ വൃക്ഷത്തിന്റെ ആകെ നിറം മാറിയതുപോലെ, ഫലത്തിന്റെ നിറം മാറി, അതിന് കാഴ്ച മാറി, മൊത്തത്തിൽ ആകപ്പാടെ ഒരു മാറ്റം. നോക്കി അതിനപ്പുറം വേറെ ഭംഗിയൊന്നുമില്ല. അവിടെ ഒത്തുനോട്ടമൊന്നുമില്ല. അതെടുത്തു. മോഹിച്ചാൽ മോഹത്തിൽ കൂടി കാണുന്നതിന്റെ സൗന്ദര്യം സ്വർഗീയ സിയോൻ ഉണ്ടാവില്ല. എന്നും നമ്മൾ ഓർത്താ മതി. ദൈവകൃപയിൽ തിളങ്ങി നിൽക്കുന്ന ഒരാളാണെങ്കിലും, വിശ്വസ്തമായിട്ട് നിൽക്കുന്ന ഒരാളാണെങ്കിലും അവൻ മോഹത്തിന് കീഴ്പ്പെട്ടോ? യെരൂശലേമിന്റെ സൗന്ദര്യത്തെക്കാൾ മറ്റ് സൗന്ദര്യം അവൻ കാണും. ഇവിടെ കണ്ടതാ, ദാവീദ് കണ്ടതാ. ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ള പട്ടണത്തെക്കുറിച്ച് ദാവീദിന് അറിവില്ലേ? ഉണ്ട്. വിശ്വാസം അത് കാണുന്നില്ലേ? ഉണ്ട്. പിന്നെ ആ സ്ത്രീ അതിസുന്ദരിയായിരുന്നു. അവൾ ഊരിയാവിന്റെ ഭാര്യയെന്ന് അറിഞ്ഞു. എന്തുകൊണ്ട് താരതമ്യം ചെയ്തില്ല? എന്തുകൊണ്ട് ഇതിൽ ഭംഗി കണ്ടു? മോഹിച്ച് കണ്ടാൽ ഏത് മനുഷ്യനും, അതുകൊണ്ടാണ് വചനം പറയുന്നത്, മോഹിക്കരുത്, മോഹം പാപമാകുന്നു. കാരണം നിങ്ങളുടെ ദൃഷ്ടിയിൽ ഏറ്റവും സൗന്ദര്യമുള്ളതിനെ രണ്ടാമതായിട്ട് കാണിക്കുവാൻ കഴിവുള്ളതാണ് മോഹം. മോഹത്തിൽ കൂടി നോക്കുമ്പോൾ അതിലേക്ക് നോക്കി ദൈവത്തെ നിരസിച്ചു. എന്തൊക്കെ നിരസിച്ചു? യെരൂശലേമിനെ മറന്നു, ആദ്യം കേട്ടതിനെ മറന്നു, വിടുവിച്ച ദിവസത്തെയെല്ലാം മറന്നു. ഇന്ന്
ഒറ്റ കാഴ്ച മാത്രമേ ഉള്ളൂ. ബത്ശേബ മാത്രമേ ഉള്ളൂ. അത് മാത്രമേ ഉള്ളൂ. നഷ്ടപ്പെട്ടത് എന്താണെന്നറിയാവോ? രക്ഷയുടെ സന്തോഷം അങ്ങ് പോയി. കുഴപ്പമില്ല. മോഹിച്ചവന്റെ അടുത്ത് ഇതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. മോഹിച്ചവന്റെ അടുത്ത് ഈ ഒരു കാര്യങ്ങളും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവൻ അവൻ യെരൂശലേമിനേക്കാൾ സന്തോഷമുള്ള ഒന്ന് അവൻ കണ്ടെത്തി. അതിനേക്കാൾ സൗന്ദര്യമുള്ള ഒന്ന് അവന്റെ ദൃഷ്ടിയിലുണ്ടായി. അതിനേക്കാൾ ആനന്ദമുള്ള ഒന്ന് അവൻ കണ്ടെത്തിയിരിക്കുന്നു. കർത്താവിന് സ്തോത്രം. ഇന്ന് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്, നമ്മൾ ഗ്രഹിക്കുന്നത് ഉപവാസവും പ്രാർത്ഥനയുമായി നമ്മുടെ ജീവിതത്തിൽ ഉപവാസവും പ്രാർത്ഥനയുമായി നമ്മുടെ ജീവിതത്തിൽ നാം മുട്ടുകൾ മടക്കിയിരിക്കുകയാണ്. കർത്താവ് പറഞ്ഞു, ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി നിങ്ങളെ വിട്ട് നീങ്ങിപ്പോവില്ല. ഏത് ജാതി? ഏത് ജാതി? ഒരുത്തൻ ചങ്ങ അവൻ ബാല്യം മുതൽ അവന് ചന്ദ്രരോഗമാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പറയുന്നത് എപ്പിലെപ്സി. അത്ര രോഗമാണ്. അതൊരു ബാധയാ. നമ്മൾ കാണുന്നതല്ല അവൻ കാണുന്നത്. ലഗ്യം ബാധിച്ചവനെ പറഞ്ഞില്ലേ, അവൻ കല്ലറയിലേക്കാണ് ഓടുന്നത്. അവന് നല്ലതെന്ന് തോന്നുന്നത് കല്ലറയില. അവന് പുതിയ യെരൂശലേമിന്റെ കാര്യം പറഞ്ഞിട്ടൊന്നും അവനൊരു കാര്യമില്ല. കാരണം അവന്റെ ഹൃദയത്തിൽ കടന്നിരിക്കുന്നത് വേറൊന്നാ. അതുകൊണ്ട് തന്നെ അവന്റെ കാഴ്ചപ്പാടും വേറെയാ. ദൈവത്തിന്റെ വചനം പറഞ്ഞത് ഇങ്ങനെ ഹൃദയത്തിലേക്ക് മനുഷ്യനിലേക്ക് കടക്കുന്ന ഓരോ ഉപദേശങ്ങളും അവന്റെ കാഴ്ചപ്പാടിനെ മാറ്റിക്കൊണ്ടിരിക്കുക. അവന്റെ കാഴ്ചപ്പാടിനെ മാറ്റി. ഓരോ കാഴ്ചപ്പാട് മാറുന്നതിനൊത്തവണ്ണം രക്ഷയുടെ സന്തോഷം നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുക. പലപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടില്ലേ, രക്ഷിക്കപ്പെട്ടവൻ, ലോകത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ട ഒരാളുടെ ഹൃദയമാണോ എൻ്റെ ഹൃദയം? കാരണം രക്ഷയുടെ സന്തോഷം എല്ലാ സന്തോഷത്തെക്കാൾ വലുതെന്നാ പഠിക്കുന്നത്. അതാണോ എൻ്റെ സന്തോഷം? പലപ്പോഴും പലരും ഇത് ചിന്തിക്കുന്ന വിഷയമാണ്. ദൈവമേ, ഇതൊക്കെ വാക്കുകളിൽ മാത്രമേ ഉള്ളൂ, അനുഭവത്തിലില്ലേ? രക്ഷയുടെ സന്തോഷം ഉണ്ട്. വചനം പറയുന്നു ഉണ്ട്. വചനം പറയുന്നു ഉണ്ട്. ഹൃദയത്തിൽ കടന്നിരിക്കുന്ന ചില ജാതികളുണ്ട്, ചില ജാതീയതയുണ്ട്, ചില വിഷയങ്ങളുണ്ട്. ഹവ്വയുടെ ദൃഷ്ടി മാറ്റിയതുപോലെ, ദാവീദിന്റെ ദൃഷ്ടിക്ക് മാറ്റം വന്നതുപോലെ, രക്ഷയുടെ സന്തോഷത്തെക്കാൾ മറ്റ് സന്തോഷം വലുതായി തോന്നിയതുപോലെ, സന്തോഷത്തെയും കാഴ്ചപ്പാടിനെയും മാറ്റുവാൻ തക്കതായ എന്തോ ഹൃദയത്തിൽ കടന്നിട്ടുണ്ട്. അതങ്ങ് നീങ്ങിപ്പോയാൽ എങ്ങും പോയിട്ടില്ല. ഇവിടെ തന്നെ ഉണ്ട് രക്ഷയുടെ സന്തോഷം. പുതിയ യെരൂശലേം ഇവിടെ തന്നെ ഉണ്ട്. അത് മാറിപ്പോവോ? മാറിപ്പോവില്ല. എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് നീങ്ങിപ്പോവോ? പോവില്ല. അത് അവിടെ തന്നെ ഉണ്ട്. പിന്നെ മാറിയതാരാ? മാറിയത് മനുഷ്യനാണ്. ആര് മാറ്റി? ഈ ജാതിയാണ് മാറ്റിയത്. ഹൃദയത്തിൽ കടന്നിരിക്കുന്ന ഈ ജാതിയും ജാതിയുടെ ഉപദേശവും മോഹവുമാണ് ഇത് മാറ്റിയിരിക്കുന്നത്. ഇന്ന് ഒരു ശുദ്ധീകരണം ഈ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ദൈവത്തിൽ നിന്ന് നാം പ്രാപിപ്പാൻ സാധിച്ചാൽ നമ്മുടെ കാഴ്ചപ്പാട് മാറി. രക്ഷയുടെ സന്തോഷം തിരികെ വന്നു. യെരൂശലേമിനെ സന്തോഷത്തോടെ കാണും. സിയോനെ സൗന്ദര്യത്തോടെ കാണും. ആദ്യം മുതൽ കേട്ടത് ഓർമ്മ വരും. വിടുവിച്ച ദിവസം ഓർമ്മ വരും. യെരൂശലേം ഓർമ്മ വരും. രക്ഷയുടെ സന്തോഷത്തിൽ ആണ്ടുകളെ ആനന്ദത്തിൽ കഴിച്ചു കൂട്ടുവാൻ കർത്താവ് കൃപ തരും. ഇന്ന് നമുക്കൊരു പൂർണ്ണമായ ശുദ്ധീകരണം ദൈവം തരട്ടെ. നമുക്ക് ആദ്യം മുതൽ കർത്താവ് കേട്ട് നമ്മൾ കേൾപ്പിച്ചത് നമ്മൾ കേട്ട് ഒഴുക്കിൽ നിന്ന് വേർപെട്ട് നിൽക്കാം. വിടുവിച്ച ദിവസത്തെ ഓർത്ത് നമുക്ക് കർത്താവിൽ വിശ്വസിച്ച് ഉറച്ചു നിൽക്കാം. പുതിയ യെരൂശലേമിനെ ഓർത്ത് രക്ഷയുടെ സന്തോഷത്തിൽ ഉറച്ചു നിൽക്കാം. വ്യാജമായിരിക്കുന്നതും മോഹിപ്പിക്കുന്നതും അടിമറിച്ചു കളയുന്നതുമായ സകലവിധ ദോഷങ്ങളും ഈ ഉപവാസ പ്രാർത്ഥനയിൽ നീങ്ങി
നമുക്കൊരു പൂർണ്ണമായ ശുദ്ധീകരണം തരട്ടെ. നമുക്കൊരു പൂർണ്ണമായ ശുദ്ധീകരണം തരട്ടെ. നമ്മുടെ കാഴ്ച, നമ്മുടെ ദൃഷ്ടി ദൈവത്താൽ തന്നെ ദൈവത്താൽ തന്നെ ക്രമീകരിക്കപ്പെടട്ടെ. ഏറ്റവും ആദ്യം പറഞ്ഞത് നമ്മൾ ഓർത്തുകൊള്ളണം. ഒഴുകിപ്പോയിക്കൊണ്ടിരുന്നവരാണ്. എങ്ങോട്ട്? പാതാളത്തിലേക്ക്. എങ്ങനെ നിന്നു? ഒഴുക്കുന്നത് എങ്ങനെ? കേട്ടത്. നാം ഒരു സദ്വർത്തമാനം കേട്ടപ്പോൾ, സുവിശേഷത്തിൽ കൂടി സദ്വർത്തമാനം കേട്ടപ്പോൾ ഒഴുക്കിൽ നിന്ന് നമ്മൾ വേർപെട്ടതാണ്. തുടർന്ന് സുവിശേഷത്തിൽ കൂടി വീണ്ടും ജനിച്ചപ്പോൾ ആത്മാവിൽ ജനിച്ചവരാണ്. ഈ ആത്മാവിൽ ജനിച്ചവർ സ്വർഗത്തിലേക്ക് പറന്നുപോയിക്കൊണ്ടിരിക്കുക. ആ പറന്നു പോകുന്നവരുടെ കൂട്ടത്തിൽ നാം ആയിത്തീർന്നതാണ്. അതുകൊണ്ട് കേട്ടതും മറക്കരുത്, വിടുവിച്ച ദിവസവും മറക്കരുത്. നാം യാത്ര ചെയ്യുന്ന ഏത് മനുഷ്യനും യാത്ര ചെയ്യുമ്പോൾ ലക്ഷ്യത്തെക്കുറിച്ച് ഓർക്കും. ഇവിടുന്ന് ഡൽഹിക്ക് പോകുന്നുവെങ്കിൽ ഇറങ്ങുമ്പോൾ മുതലുള്ള യാത്രയ്ക്ക് ആരംഭിക്കുമ്പോൾ മുതലുള്ള അവൻ്റെ ഹൃദയത്തിലെ വിചാരമാണ് ആ ഡൽഹി പട്ടണം, ചെല്ലേണ്ട സ്ഥലം. ഇതുപോലെയാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം യാത്ര ആരംഭിക്കുന്നത്. പറക്കാൻ ആരംഭിച്ചാൽ, ദൈവാത്മാവ് നടത്താൻ ആരംഭിച്ചാൽ ഒരിക്കലും പിന്നെ യെരൂശലേമിനെ മറക്കുകയില്ല, വിടുവിച്ച ദിവസം മറക്കുകയില്ല, ആദ്യം മുതൽ കേട്ടത് മറക്കുകയില്ല. അതിനെ തന്നെ മുറുകെ പിടിച്ചുകൊണ്ട് യാത്ര ചെയ്യുവാൻ കർത്താവ് നമുക്ക് കൃപ തരും. എന്നാൽ ജാതി കടന്നിട്ടുണ്ടെങ്കിൽ, അന്യോപദേശം കടന്നിട്ടുണ്ടെങ്കിൽ, ദുർമോഹം കടന്നിട്ടുണ്ടെങ്കിൽ, അരുതാത്തത് കടന്നിട്ടുണ്ടെങ്കിൽ, കാഴ്ചപ്പാട് മാറി, രക്ഷയുടെ സന്തോഷം നഷ്ടപ്പെട്ടു, ഇന്ന് കർത്താവിന്റെ സന്നിധിയിൽ യഥാസ്ഥാനം നൽകുവാൻ കഴിവുള്ളവൻ ഇന്ന് ഈ ഉപവാസ പ്രാർത്ഥന നമ്മോടൊപ്പമുണ്ട്. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ദൈവമേ, ദൈവസന്നിധിയിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. യേശുവേ, കർത്താവേ, ഞങ്ങൾ ഹിമജലം വരൾച്ചയ്ക്കും പാപം ചെയ്തവൻ പാതാളത്തിനും എന്ന് വചനത്തിലുള്ളതുപോലെ ഞങ്ങൾ പാതാളത്തിന് ഇരയായി ഒഴുകപ്പെട്ടു പോയിക്കൊണ്ടിരുന്നവരാണ്. എന്നാൽ പാതാളത്തിൽ പതിക്കുന്നതിന് മുമ്പേ ഞങ്ങളെ ആ ഒഴുക്കിൽ നിന്ന് കർത്താവ് വചനം അയച്ച് വിടുവിച്ച് കൊണ്ടുവന്നതാണ്. ഞങ്ങളെ വീണ്ടും ജനിപ്പിച്ച് ദൈവമേ പറന്നു പോകുവാൻ തക്കവണ്ണം കർത്താവിൻ്റെ ആത്മാവിനാൽ ഞങ്ങളെ വീണ്ടും ജനിപ്പിച്ചവരാണ്. ലക്ഷ്യബോധത്തിൽ എത്തുവാൻ യെരൂശലേമിനെ കുറിച്ച് ഓർമ്മ തന്ന് മുഖ്യ സന്തോഷത്തെക്കാൾ വിലമതിക്കുന്ന യെരൂശലേമിലേക്ക് തന്നെ ശ്രദ്ധ വെച്ച് നോക്കി യാത്ര ചെയ്യുവാൻ കർത്താവ് ഞങ്ങളെ പ്രാപ്തരാക്കിയതാണ്. ഇന്ന് ഞങ്ങൾക്ക് ആ സന്തോഷം ഇല്ല. ഇന്ന് ഞങ്ങൾക്ക് ആ ഓർമ്മയില്ല. മാറിപ്പോകണം. ഇന്ന് ഞങ്ങളുടെ ഹൃദയത്തെ വഞ്ചിച്ചു കളഞ്ഞ സകല ദോഷകരമായിട്ടുള്ള ലോകത്തിന്റെ സ്വാധീനങ്ങളും ഇന്ന് നീങ്ങിപ്പോകണം. പൂർണ്ണമായിട്ട് ദൈവത്തെ അനുസരിക്കുന്ന, പൂർണ്ണമായിട്ട് ദൈവത്തിന്റെ വചനത്താൽ പരിപാലിക്കപ്പെടുന്ന, ദൈവത്തിന്റെ ആത്മാവിനാൽ നടത്തപ്പെടുന്ന ഒരു ജീവിതം ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാപിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണം. അനുഗ്രഹിക്കണമേ കർത്താവ്. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ശുദ്ധീകരണം ഞങ്ങൾക്ക് തരണം. ശുദ്ധീകരണം ഞങ്ങൾ തരണം. ഞങ്ങളുടെ കാഴ്ചപ്പാട് മാറട്ടെ. ഹവ്വയ്ക്ക് സ്വർഗീയ ദർശനം മാറി ആ വൃക്ഷഫലത്തിലേക്ക് ദർശനം മാറിയതുപോലെ നേരെ എതിര് ഈ ലോകത്തിലേക്ക് നോക്കി ശ്രേഷ്ഠതയെന്ന് കരുതിയിരിക്കുന്ന ദാവീദിന്റെ ജീവിതത്തിൽ അത് വിട്ട് സ്വർഗീയമായിട്ടുള്ള യെരൂശലേമിലേക്ക് ദൃഷ്ടി മാറിയതുപോലെ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ ലോകത്തെ വിട്ട് തിരുമുഖത്തേക്ക് നോക്കുവാൻ, യെരൂശലേമിലേക്ക് നോക്കുവാൻ, സിയോനിലേക്ക് നോക്കുവാൻ, സൗന്ദര്യത്തിന്റെ പൂർണ്ണതയായ സിയോനിലേക്ക് നോക്കി നിത്യാനന്ദം അനുഭവിപ്പാൻ യാത്ര ചെയ്ത് ആ കർത്താരസിൽ എത്തിച്ചേരുവാൻ ഞങ്ങളെ സഹായിക്കണമെന്നുള്ള പ്രാർത്ഥനയോടെ ഞങ്ങൾ കർത്താരസിലേക്ക് മുട്ടുകളെ മടക്കുന്നു. പ്രാർത്ഥിക്കുന്നു. കർത്താവേ സ്തോത്രം. പ്രാർത്ഥിക്കാം. സ്തോത്രം. യേശുവേ, പ്രാർത്ഥിക്കുന്നു പിതാവേ. സ്വർഗീയ സന്തോഷം ഒഴുകി പാതാളത്തിനെതിരായി പോകാതിരിക്കാൻ കർത്താവെ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ കർത്താവെ അടിയങ്ങളെ സകല ലോകമുഴുവനും കർത്താവെ നഷ്ടപ്പെട്ടുള്ള ഓർമ്മകൾ നല്ല അടിയങ്ങൾ കർത്താവ് മടക്കി വരുത്തി കർത്താവെ വിടിവിച്ച ദിവസത്തെയും കർത്താവെ ആദ്യം കേട്ടതും കർത്താവെ ദൈവമേ സന്തോഷം നൽകുന്നതായ സ്വർഗീയ പ്രത്യാശയൊന്നും നഷ്ടപ്പെട്ടു പോകാതെ കുറഞ്ഞു പോകാതെ അതിൽ നിന്ന് വന്നിട്ട് താഴ്ച ഉപയോഗിച്ച് എല്ലാറ്റിൽ നിന്നും കർത്താവെ ഉപവാസപ്രാർത്ഥന മുഖാന്തരം അടിയങ്ങൾ വിടുവിക്കുവാനാണെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. താഴ്ച ഉപയോഗിച്ച് എല്ലാം കർത്താവ് നീക്കി തരുവാനും കർത്താവെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കുന്ന ദാസ്ഥാനപ്പെടുത്തുവാനാണെന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ വിജയമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഘട്ടത്തിനായി സ്തോത്രം. സ്തോത്രം. നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ.
ഹല്ലേലൂയ. സ്തോത്രം. നന്ദിയാലെന്നുള്ളം തുള്ളുന്നേ വല്ലഭാ നിൻ സ്നേഹമോർക്കുമ്പോൾ വർണ്ണിച്ചിടാൻ സാധ്യമല്ലത് എൻ ജീവിതത്തിൽ ചെയ്ത നന്മകൾ വർണ്ണിച്ചിടാൻ സാധ്യമല്ലത് എൻ ജീവിതത്തിൽ ചെയ്ത നന്മ